ദുബായ് ആസ്ഥാനമായുള്ള എക്സോണിക് ഷിപ്പിംഗ് കമ്പനിയുടെ കൊച്ചി ഓഫീസിന്റെയും ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ക്രൂയിസ് ടെർമിനൽ നിർമ്മിക്കാൻ കൊച്ചി തുറമുഖ ട്രസ്റ്റിന് 10 ഏക്കർ സ്ഥലം സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. ഇന്ത്യയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊച്ചിയിലെ ഓഫീസ് തുടങ്ങുന്നതെന്ന് എക്സോണിക് മാനേജിംഗ് ഡയറക്ടർമാരായ ടിൻഡു ബേബിയും ജോഷി ജോണും പറഞ്ഞു. 3 വർഷത്തിനുള്ളിൽ വിഴിഞ്ഞത്തും ഓഫീസ് ആരംഭിക്കുമെന്നും കേരളത്തിൽ 500 പേർക്ക് നേരിട്ടും 2000 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ ക്രൂയിസ് ടെർമിനലാണ്. ഇപ്പം നമുക്കൊരു ക്രൂയിസിൽ യാത്ര ചെയ്യണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകണം. ഇനി കേരളത്തിൽ നിന്ന് തന്നെ യാത്ര ചെയ്യാൻ പോകും. ഞങ്ങൾ കൊച്ചിൻ പോർട്ടിന് 10 ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ തന്നെ ഒരു ക്രൂയിസ് ടെർമിനൽ ഉണ്ടാവും. അതോടനുബന്ധിച്ച് ചെറുകിട മിനി പോർട്ടുകളുടെ വികസനം കൂടി കേരളത്തിൽ ഉണ്ടാകും. അതോടൊപ്പം ടൂറിസം വളരും. മാരിടൈം ഹിസ്റ്ററി പറയുന്ന ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം കൊച്ചിയിലുണ്ടാവും. കൊച്ചിയുടെ പരിസര പ്രദേശത്തുണ്ടാവും.